ജയ്പൂർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് വളരെയേറെ ജാലകങ്ങളുള്ള പിങ്ക് നിറമടിച്ച ഒരു കൊട്ടാരത്തിൻ്റെ പിക്ചറാണ് അല്ലേ? ജയ്പൂരിൻ്റെ ഐക്കോണിക് ലാൻഡ്മാർക്കായിട്ട് അറിയപ്പെടുന്ന ഹവാ മഹലിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കാറ്റിൻ്റെ കൊട്ടാരത്തിലേക്ക് നമ്മൾ പോകുന്നത് ഈ റിക്ഷയിലാണ് കേട്ടോ. ജയ്പൂരിൽ ധാരാളം ഈ റിക്ഷകളുണ്ട്. ചെറിയ ഡിസ്റ്റൻസുകളിൽ യാത്ര ചെയ്യാനായിട്ട് വളരെയധികം കംഫർട്ടബിളാണ് ഈ റിക്ഷകൾ. ഒന്നാമത് ഹവാമഹൽ ജയ്പൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ആയതുകൊണ്ട് നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഒട്ടും സ്ഥലമില്ല. ഈ റിക്ഷയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളും പോയി കണ്ടുവരാം. വളരെ ചെറിയ പൈസയാണ് കേട്ടോ ഇതിനുള്ളൂ. നമ്മൾ യാത്ര ചെയ്യുന്ന വഴിയരികിൽ പിങ്ക് നിറത്തിലുള്ള ഒരുപാട് കെട്ടിടങ്ങൾ കാണാം. ഒരിക്കൽ വെയിൽസിലെ രാജകുമാരൻ ജയ്പൂർ സന്ദർശിച്ചപ്പോൾ മഹാരാജ രാം സിംഗ് ആണ് ഈ നഗരത്തിന് പിങ്ക് നിറമടിച്ചത്. അങ്ങനെ ജയ്പൂർ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നു. ഒരു 220 വർഷം പഴക്കമുണ്ട് നമ്മൾ കാണാൻ പോകുന്ന ഈ ഹവാ മഹലിന്. ഹവാ മഹലിലേക്ക് എങ്ങനെ പോകാം? ഹവാ മഹലിൽ ചെന്നാൽ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുന്നത്? ഹവാ മഹലിനുള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മറ്റു ചില വീഡിയോസിലൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നറിയാം. ഞാൻ ഇന്ന് പറയുന്നത് ഹവാ മഹലിനെ കുറിച്ചുള്ള ചില രസകരമായ കൗതുകങ്ങളാണ്. ഹവാ മഹലിൻ്റെ പുറകിൽ നിന്നാണ് എൻട്രി. അവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് വീഡിയോ അലൗഡ് ആയിരുന്നില്ല. അതിനാൽ കുറച്ച് കാഴ്ചകളൊക്കെ മിസ്സായിട്ടുണ്ട്. ഹവാ മഹലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇസ്ലാമിക, മുഗൾ, ഹിന്ദു, രജപുത്ര വാസ്തുവിദ്യയുടെ ഒരു മിശ്രിതം കാണാം. ഒരുപാട് കിളിവാതിലുകൾ ഉണ്ടെങ്കിലും നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ളിലോട്ട് ഒന്നും അങ്ങനെ കാണാൻ കഴിയില്ല കേട്ടോ. 953 ജാലകങ്ങളാണ് ഹവാ മഹലിൻ്റെ ആകർഷണം. രജപുത്ര വനിതകൾക്ക് നിരത്തിലെ ഉത്സവ ആഘോഷം കാണാനായിട്ടാണ് ഈ കിളിവാതിലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഹവാ മഹലിലെ രജപുത്ര സ്ത്രീകൾക്ക് ഈ കിളിവാതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ റോഡിലൂടെ പോകുന്ന ഉത്സവാഘോഷങ്ങളെല്ലാം കാണാൻ പറ്റും. പക്ഷെ പുറത്തു നിന്നുള്ളവർക്ക് അവരെ കാണാനും പറ്റില്ല. കൊറോണ കാലത്ത് നമ്മളൊക്കെ സാമൂഹ്യ അകലം പാലിച്ചിരുന്നില്ലേ? അതുപോലെയാണ് അന്നത്തെ കാലത്ത് രജപുത്ര സ്ത്രീകൾ സാമൂഹ്യ അകലം പാലിച്ചിരുന്നത്. ഹവാ മഹലിന് പ്രകൃതിദത്തമായ പിങ്ക് കളറാണുള്ളത്. അല്ലാതെ ജയ്പൂരിലെ മറ്റു പല കെട്ടിടങ്ങൾ പോലെ പിങ്ക് നിറം പൂശിയതല്ല. പ്രകൃതിദത്തമായ മണൽ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ പിങ്ക് നിറം വന്നിരിക്കുന്നത് കേട്ടോ. താജ്മഹലിനോട് ഏകദേശം സാമ്യം വരുന്ന രീതിക്കാണ് ഹവാ മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. 5 നിലകളുണ്ട് ഹവാ മഹലിന്. ശരത് മന്ദിർ, രത്ന മന്ദിർ, വിചിത്ര മന്ദിർ, പ്രകാശ് മന്ദിർ, ലാസ്റ്റ് വൺ ഹവാ മന്ദിർ എന്നിവയാണ്. ഓരോ നിലകളിലേക്കും കയറാനായിട്ട് പടികളുണ്ട്. ക്രോസ് വെന്റിലേഷനാണ് ഹവാ മഹലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാറ്റ് ഇങ്ങനെ ഇറങ്ങിയും കയറിയും ഒക്കെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ചൂട് കാലത്തും ഹവാ മഹലിനുള്ളിൽ നല്ല തണുപ്പായിരിക്കും. ബെൽജിയം കണ്ണാടികളാണ് അലങ്കാരത്തിനായിട്ട് ഹവാ മഹലിൽ പതിപ്പിച്ചിരിക്കുന്നത്. ഹവാ മഹലിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ജയ്പൂർ പട്ടണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ കഴിയും. ഈ കെട്ടിടത്തിൻ്റെ യഥാർത്ഥ നിറം ചുവപ്പ് കലർന്ന പാടല വർണ്ണമാണെന്നാണ് പറയുന്നത്. ഈസ്റ്റ് കലർത്തിയിട്ടാണ് ഈ നിറം നൽകിയിരിക്കുന്നത് അത്രേ. ഈ കെട്ടിടത്തിൻ്റെ കോണുകളിലെല്ലാം സ്വർണം പൂശിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും കാണാനില്ല കേട്ടോ. അങ്ങനെ ഹവാ മഹലിൻ്റെ ഉൾഭാഗം കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്കിറങ്ങി. നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്ന യഥാർത്ഥ ഹവാ മഹലിൻ്റെ ഫ്രണ്ട് കാണണമെങ്കിൽ കുറച്ച് മുന്നോട്ട് നടക്കണം. അപ്പോൾ നമ്മളൊരു ഈ റിക്ഷ വിളിച്ചു. ആ ഈ റിക്ഷയെ കയറിയിട്ടാണ് നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിലേക്ക് എത്തിയത്. കണ്ടോ, ഇതാണ് നമ്മളെല്ലാം കാണുന്ന ഹവാ മഹൽ. ഇതതിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. മഴ ചെറുതായിട്ട് ചാർന്നത് കൊണ്ടാണ് നമ്മൾ ഈ റിക്ഷ വിളിച്ചത്. ഇല്ലെങ്കിൽ നടന്നു വരാനുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. പ്രവേശന കവാടത്തിലെ ഈ ജാലികളെല്ലാം ചുണ്ണാമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുമ്പോൾ ചുണ്ണാമ്പിന് പകരം കല്ലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഹവാ മഹലിനെ കുറിച്ച് ഇത്രയൊക്കെ പറയുമ്പോൾ ഇത് നിർമ്മിച്ച ആളെക്കുറിച്ചും ഇതിൻ്റെ ശില്പിയെക്കുറിച്ചും നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഈ മാളിക പണി കഴിപ്പിച്ചത്. ചുവന്ന മണൽ കല്ലിൽ വെളുത്ത വരമ്പുകൾ ചേർത്ത് രജപുത്ര ശൈലിയിലുള്ള ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തത് ലാൽ ചന്ദ് ഉസ്ത എന്ന ശില്പിയാണ്. ജരോഖകൾ എന്നാണ് ഈ ചുവന്ന മണൽക്കൽ അറിയപ്പെട്ടിരുന്നത്. ഇതൊന്നുമല്ലാതെ ആരെയും അതിശയിപ്പിക്കുന്ന ഒരു പ്രത്യേകത കൂടി ഹവാ മഹലിനുണ്ട്. അടിത്തറ അഥവാ ഫൗണ്ടേഷൻ ഇല്ലാത്ത
ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ് ഹവാമഹൽ. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു ചെരിവും ഹവാമഹലിനുണ്ട്. നമ്മുടെ നാട്ടിൽ കൃഷ്ണകിരീടം എന്ന് പറഞ്ഞ ചെടിയില്ലേ, അതിൻ്റെ രൂപത്തിലാണ് കൃഷ്ണഭക്തനായ രാജാവ് ഹവാമഹൽ രൂപകൽപ്പന ചെയ്തതെന്നും ഒരു കഥയുണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹവാമഹലൊക്കെ കണ്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഈ റിക്ഷ പിടിച്ച് തന്നെ പോവുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിൽഡ്രൻ സ്റ്റേ ട്യൂൺഡ്.